ഇന്ത്യക്ക് പണിയുണ്ടാക്കാൻ ഭീകരരെ തുറന്നുവിട്ട് മുഹമ്മദ് യൂനുസ്. പാക് അധിനിവേശ കാശ്മീരിൽ കലാപം വിതച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച കൊടും ഭീകരൻ അബ്ദുൽ സലാം പിന്റുവിനെ 17 വർഷത്തിന് ശേഷം ജയിലിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനുസ്. ഡീപ് സ്റ്റേറ്റിന് കുടപിടിക്കുകയാണ് മുഹമ്മദ് യൂനുസ്. ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ശ്രമിച്ച ഭീകരൻ, ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങൾ നടത്തിയ ഭീകരൻ, തീവ്രവാദ സംഘടനയെ പണവും ആയുധവും നൽകി വളർത്തിയ കൊടും ഭീകരൻ, ഇങ്ങനെ ഇയാൾക്ക് വിശേഷണങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ 17 വർഷം ജയിലിലായിരുന്ന ഭീകരനെ യൂനുസ് പുറത്തിറക്കിയത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ആരാണ് അബ്ദുൽ സലാം പിന്റു? പാക് അധിനിവേശ കാശ്മീരിൽ കലാപം കുത്തിപ്പൊക്കി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച കൊടും ഭീകരനാണ് അബ്ദുൽ സലാം പിന്റു. പിന്റുവിനെ ജയിലിൽ നിന്നും പുറത്തിറക്കി മുഹമ്മദ് യൂനുസ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ പല ഭീകര ആക്രമണങ്ങളും നടത്തിയിട്ടുള്ള അബ്ദുൽ സലാം പിന്റു കഴിഞ്ഞ 17 വർഷം ജയിലിലായിരുന്നു. ഡിസംബർ 24 ചൊവ്വാഴ്ച അദ്ദേഹത്തെ ബംഗ്ലാദേശ് കോടതി ജയിലിൽ നിന്നും വിട്ടയക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇത് മുഹമ്മദ് യൂനുസിന്റെ മാത്രം തീരുമാനം അല്ല എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. ബംഗ്ലാദേശ് വഴി മോദി സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കാൻ അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റ് തക്കം പാർത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതിയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 1000 മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയെ രക്തപങ്കിലമാക്കുക എന്ന പാകിസ്ഥാൻ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ച തീവ്രവാദിയാണ് അബ്ദുൽ സലാം പിന്റു. ഇതിനായി പാക് അധീന കാശ്മീരിൽ പല ഭീകരാക്രമണങ്ങളും അബ്ദുൽ സലാം പിന്റു നടത്തിയിട്ടുണ്ട്. 2006 വാരണാസിയിൽ കോടതി കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അബ്ദുൽ സലാം പിന്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. 2007 രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയിൽ ബോംബ് സ്ഫോടനം നടത്തി. 2011 ദില്ലിയിലും അബ്ദുൽ സലാം പിന്റു ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ തീവ്രവാദ സംഘടനകളായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹൂജി. ഈ ഭീകര സംഘടനകൾക്കൊക്കെ പാകിസ്ഥാന്റെ രഹസ്യസേനയായ ISIയുടെ പിന്തുണയുമുണ്ട്. ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 2004 അബ്ദുൽ സലാം പിന്റു അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 17 വർഷമായി ഇയാൾ ജയിലിൽ കഴിയുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ വധിക്കാനായി ഗ്രനേഡ് ആക്രമണമാണ് അബ്ദുൽ സലാം പിന്റു നടത്തിയത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജയിലിൽ അടച്ച അബ്ദുൽ സലാം പിന്റുവിനെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നത് തന്നെയാണ് എന്നത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അംഗവും ഖാലിദ സിയ മന്ത്രിസഭയിലെ മുൻ മന്ത്രിയുമായിരുന്നു കൊടും ഭീകരനായ അബ്ദുൽ സലാം പിന്റു. ഇന്ത്യയെ ഒന്ന് ചൊടിപ്പിക്കുക എന്ന ഈ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇയാളെ 17 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. തന്നെയല്ല, കഴിഞ്ഞ ദിവസം മറ്റൊന്നുണ്ട്. ഷെയ്ഖ് ഹസീന വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ട് ഇന്ത്യക്ക് ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഒരു കത്ത് കൈമാറിയിരുന്നു. എന്നാൽ ഇന്ത്യ ഈ ആവശ്യത്തോട് പ്രതികരിച്ചില്ല. അതിന് പിന്നാലെയാണ് കൊടും ഭീകരനെ ജയിൽ മോചിതനാക്കി അടുത്ത പ്രകോപനം വന്നിരിക്കുന്നത്. ഹുജി, അതായത് ഹർകത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയെ വളർത്തിയ ആളാണ് ഇയാൾ പണവും ആയുധവും നൽകി വളരെയധികം സജീവമായി ഈ സംഘടനയെ വളർത്തിയ വ്യക്തിയാണ്. ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെ മോദി സർക്കാരിനെ വീഴ്ത്തുക എന്ന കൃത്യമായ ലക്ഷ്യം മുഹമ്മദ് യൂനുസിന് പിന്നിലുണ്ട്. അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢ പദ്ധതികൾ ഈയിടെ പുറത്തു വന്നിരുന്നു. വളരെയധികം ചർച്ചാ വിഷയമാണത്. നൊബേൽ സമ്മാന ജേതാവായ 100 കോടി ഗ്രാമീൺ ബാങ്ക് എന്ന മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തിരിമറി നടത്തിയ മുഹമ്മദ് യൂനുസ് കലാപം നടത്തി അവിടുത്തെ പ്രധാനമന്ത്രിയെ ഓടിച്ച വ്യക്തിയാണ്. അതിനുശേഷം കലാപമില്ലാതാക്കി ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ നേരെയാക്കുന്നതിന് പകരം ഇന്ത്യക്കെതിരെ കലിതുള്ളുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് മറ്റാരുടെയോ അജണ്ടയാണ് എന്നത്. ഓരോ ദിവസവും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രവൃത്തികളിലാണ് മുഹമ്മദ് യൂനുസ് ഏർപ്പെടുന്നത്. കലാപം കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം യൂനുസ് ആദ്യം ചെയ്തത് എന്താണെന്ന് നോക്കുക. അദാനിക്കുള്ള ഊർജ്ജ കരാർ റദ്ദാക്കാനാണ് മുഹമ്മദ് യൂനുസ് നോക്കിയത്. എത്രയോ കോടിയുടെ വൈദ്യുതോർജ്ജം കടം നൽകി, എന്നിട്ടും ആ കടം തിരിച്ചടയ്ക്കാനല്ല, അദാനിക്കെതിരെ നിൽക്കാൻ മുഹമ്മദ് യൂനുസ് ശ്രമിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ലക്ഷ്യം ബംഗ്ലാദേശിനെ നന്നാക്കലല്ല, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെ ഉപദ്രവിക്കൽ തന്നെയാണ്. ഷെയ്ഖ് ഹസീന അദാനിയുമായി ഊർജ്ജ കരാറിൽ ഒപ്പുവെച്ചത് 2017 25 വർഷത്തേക്കാണ് ഈ കരാർ ഉണ്ടായിരുന്നത്. ഝാർഖണ്ഡിൽ സ്ഥാപിച്ച 2 പവർ പ്ലാന്റുകളിൽ നിന്നും ഇതുവരെ നൽകിയ വൈദ്യുതിക്ക് $65 കോടി ലഭിക്കാനുണ്ട്. അദാനിയുടെ കണക്ക് പ്രകാരം $90 കോടി ലഭിക്കാനുള്ളത്. കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നില്ല. അങ്ങനെ തിരിച്ചടയ്ക്കാതെ വീണ്ടും വൈദ്യുതി ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് യൂനുസ്. ഇതോടെ വൈദ്യുതി വിതരണം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അദാനി. ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു മുഹമ്മദ് യൂനുസ്. കഴിഞ്ഞ ദിവസം ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യക്ക് കത്ത് നൽകി. ഇപ്പോഴും ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല. അതിനിടയിലാണ് ഇന്ത്യയിൽ അഭയം തേടി ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ യൂനുസിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. എന്താണ് വിട്ടുകൊടുത്താൽ സംഭവിക്കുക എന്നത് മോദി സർക്കാരിന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാരിന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായ ഷെയ്ഖ് ഹസീനെ കൊടുക്കാതെ
കൊടുക്കാതിരിക്കുന്നതും. യൂനുസിനെതിരെ കരുതിയിരിക്കണം എന്നത് ഒന്നുകൂടി ശക്തമാവുകയാണ്, ഒരു ജാഗ്രതയായി മാറുകയാണ്. കാരണം ബംഗ്ലാദേശ് ജയിലിൽ നിന്നും തുറന്നുവിട്ടത് ഒരുപാട് ഭീകരരെയാണ്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇന്ത്യയെ ആക്രമിക്കുക, അതുവഴി മോദിയെ വീഴ്ത്തുക എന്നത് തന്നെയാണ്. ചിറ്റഗോങ്ങിൽ 2004 10 ട്രക്കുകളോളം ആയുധങ്ങൾ കടത്തിയ കേസിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടം ജയിലിലാക്കിയ ഭീകരനാണ് ലുത്ഫ് ഒസ്മാൻ ബാബർ. ഇദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ചയാണ് ബംഗ്ലാദേശ് കോടതി വിട്ടയച്ചത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് 6 ഭീകരരെയും വിട്ടയച്ചിട്ടുണ്ട്. അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചവരായിരുന്നു. ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തിയിരുന്ന ഭീകരനാണ് ലുത്ഫ് ഒസ്മാൻ ബാബർ എന്ന് പറയുന്ന ആൾ. ഡിസംബർ 24 ചൊവ്വാഴ്ച ബംഗ്ലാദേശ് കോടതി വിട്ടയച്ചത്. ഇന്ത്യയിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ അക്കൂട്ടത്തിൽ തന്നെയാണ് അബ്ദുൾ സലാം പിന്റുവിനെയും ജയിൽ മോചിതനാക്കിയിരിക്കുന്നത്. 2004 ഗ്രനേഡ് ആക്രമണത്തിലൂടെ ഷെയ്ഖ് ഹസീനെ വധിക്കാൻ ശ്രമിച്ച ഭീകരനാണ് അബ്ദുൾ സലാം പിന്റു. എന്തായാലും ഹുജി എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയുടെ പിന്നിൽ നിന്ന വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഇയാളുടെ ജയിലിൽ നിന്നുള്ള മടങ്ങിവരവ് വളരെയധികം കർശനമായി നിരീക്ഷിക്കപ്പെടുകയാണ്. വാരണാസിയിൽ 2006 കോടതി കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അബ്ദുൾ സലാം പിന്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയിൽ ബോംബ് സ്ഫോടനം നടത്തിയത് ഇയാളുടെ അറിവോടുകൂടി തന്നെയാണ്. 2011 ഡൽഹിയിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നിലും ഇയാൾ തന്നെയാണ്. എന്തായാലും തീവ്രവാദ സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ബന്ധമുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ തുറന്നുവിടുമ്പോൾ, അതും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുള്ള സമയത്ത് തുറന്നുവിടുമ്പോൾ എന്തായാലും ഇന്ത്യ അതിനനുസരിച്ച് ജാഗ്രത പാലിച്ചേ മതിയാവുകയുള്ളൂ. അൽ ഖ്വയ്ദയിൽ അംഗമായ അൻസറുള്ള ബാംഗ്ല ടീം അഥവാ ABT എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് ജയ്ഷുദ്ദീൻ റഹ്മാനിയും നേരത്തെ ബംഗ്ലാദേശ് വിട്ടയച്ചിരുന്നു. ഏറെ നാളായി ഒരു ജിഹാദി ശൃംഖല ഇന്ത്യയിൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ വഴി വികസിപ്പിക്കാൻ ശ്രമിച്ച ഭീകര സംഘടനയാണ് ABT. ഇവരെയൊക്കെ ഒന്നിച്ച് ബംഗ്ലാദേശ് പുറത്തുവിടുന്നത് വഴി മുഹമ്മദ് യൂനുസ് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഭാവിയിൽ ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നത്. അതായത് ഇന്ത്യക്ക് നേരെ ഭീകര ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അതുവഴി മോദി സർക്കാരിനെ ഇല്ലാതെയാക്കുക എന്നത് തന്നെയാണ് മുഹമ്മദ് യൂനുസിന്റെയും അദ്ദേഹത്തെ കരുവാക്കി കളിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും ലക്ഷ്യം. എന്തായാലും ഇന്ത്യ ഇതിനൊന്നും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് വന്നാലും ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇനി അടുത്ത നിലപാട് എന്താണ് എന്നറിയാൻ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും കാത്തിരിക്കുന്നത്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം വാങ്ങിയ വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ് എന്ന ബംഗ്ലാദേശിന്റെ തലവൻ. എന്നാൽ അതിൻ്റെ യാതൊരു ഗുണവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് പല വിധത്തിലുള്ള സ്പർദ്ധകൾ രാജ്യങ്ങളുമായും അതുപോലെ സ്വന്തം രാജ്യത്തിനുള്ളിലും അദ്ദേഹം ഉണ്ടാക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ ബംഗ്ലാദേശിലുണ്ടായ കലാപം അത് കൃത്യമായും വേണ്ട രീതിയിൽ പരിഹരിച്ച് മറ്റു രാജ്യങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു ഇടക്കാല ഗവൺമെന്റിന്റെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹം ശ്രമിക്കേണ്ടതിന് പകരം കൂടുതൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രത്യേകിച്ചും ഇന്ത്യയുടെ നേരെ തന്നെ ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഹൈന്ദവരുടെ നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പലകുറി ഇന്ത്യയെ ചൊടിപ്പിച്ച വിഷയങ്ങളാണ് എന്നിരിക്കെ വീണ്ടും ഷെയ്ഖ് ഹസീനെ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ അയക്കുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും ഇന്ത്യ വശപ്പെടാതെ ഇരിക്കുമ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മുഹമ്മദ് യൂനുസ് സ്വന്തം കുഴി തോണ്ടുക തന്നെയാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ മറ്റൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ബംഗ്ലാദേശിനോട് ഏറ്റവും കൂടുതൽ സമാധാനപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയോട് എങ്ങനെയായിരുന്നു അതേ നിലപാട് തന്നെ മുഹമ്മദ് യൂനുസിനോടും സ്വീകരിച്ച് ഒരു തികഞ്ഞ സമാധാനത്തിൽ പോകണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. പക്ഷേ ഇത്തരത്തിൽ മുഹമ്മദ് യൂനുസ് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്നും ഇന്ത്യ അധികം വൈകാതെ തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതും ഉറപ്പാണ്. മുൻകാലങ്ങളിൽ പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ നിന്ന് തന്നെ അത്തരം സൂചനകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.